الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ജീവിതം എന്ന് കഴിഞ്ഞ 1-2 ഖുതുബകളിൽ തെളിവ് സഹിതം സൂചിപ്പിക്കേണ്ടായി. ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഒരെത്തും പിടിയും കിട്ടാത്ത ഒരു സംഗതിയാണ്. ഇവിടെ ഒരു കാര്യവും സ്ഥായിയായി നിലനിൽക്കുന്നില്ല എന്നുള്ള, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ സ്ഥിരമായി നിൽക്കുന്നു എന്ന് ധരിക്കുന്ന സംഗതികളും ഇങ്ങനെ അനുനിമിഷം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളിവിടെ വരുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ, ഭൂമി ഏത് സ്ഥാനത്താണ് നിന്നത് അവിടെയല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് അകലങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി സൗരയൂഥത്തിൻ്റെ ഉള്ളിലൊരു ഓർബിറ്റിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെ ഫലക്, കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സഞ്ചാരപഥം നിർണയിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ നീന്തി തുടിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ അതിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പോലും അങ്ങനെ തന്നെയാണ്. അത്ഭുതകരമായി നമുക്ക് തോന്നുന്ന സംഗതി, പള്ളിയിൽ കയറുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ശരീരമല്ല ഈ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാനും സാധാരണ മനസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ചലനം എന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ ആറ്റമിനും ഉണ്ട് ആ ചലനം. അപ്പോൾ പ്രപഞ്ചം മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ഈ അണുക്കൾ കൊണ്ടാണ്, ആറ്റം കൊണ്ടാണ്. ആറ്റമിനെ പലതായിട്ട് ഇങ്ങനെ വിഭജിക്കുന്നതൊക്കെ പല പ്രാവശ്യം സൂചിപ്പിച്ച സംഗതിയാണ്. അതിലേറ്റവും ചെറിയ ഘടകം ഏതാണ് എന്ന് വരും ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സമയത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. കാരണം ഇപ്പം നാനോ സെക്കൻഡിനെ കുറിച്ച് പറയുന്നു. 1 സെക്കൻഡിൻ്റെ 1 കോടിയിലൊരു അംശമോ 100 കോടിയിലൊരു അംശമോ. അപ്പോൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ കൂടുതലാണ്. 1000 ബില്യൺത് ഫ്രാക്ഷൻ ഓഫ് എ നാനോ സെക്കൻഡ് എന്നൊക്കെ പറയാം. അതായത് ഒരു നാനോ സെക്കൻഡിൻ്റെ 10,000 ലക്ഷം കോടിയിലൊരു അംശം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിന് മുമ്പ് അതങ്ങ് കഴിയൂ. ഈ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിലാണ് മനുഷ്യ മനസ്സ് നിലനിൽക്കണം. ജീവനും മനസ്സും അപ്പോൾ സ്ഥായിയായി നിൽക്കില്ല, മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ചിന്തകൾ സ്ഥായിയായി നിൽക്കില്ല,
നേരത്തെ ചിന്തിച്ചതല്ല ഇപ്പോൾ ചിന്തിക്കുക. ഇപ്പോൾ ചിന്തിക്കുന്നതാവില്ല അടുത്ത നിമിഷം ചിന്തിക്കുക. അടുത്ത നിമിഷം എന്ത് ചിന്തിക്കുമെന്ന് ആ നിമിഷം വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നേരത്തെ ആർക്കും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് അടുത്ത നിമിഷം ഞാൻ ഇന്നത് ചിന്തിക്കും, അടുത്ത ദിവസം ഞാൻ ഇന്നത് ചെയ്യും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാം മാറ്റത്തിന് വിധേയമാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ മാറ്റത്തിൽ ആവർത്തനമുണ്ട് എന്നുള്ളതാണ്. ഈ ആവർത്തനവും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു പ്രകൃതമാണ്. ആവർത്തനമുള്ളത് കൊണ്ടാണ് നമുക്ക് പഴയത് തന്നെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഒരാറ്റം എനർജിയായി കൺവേർട്ട് ചെയ്യുമ്പോൾ, മാറുമ്പോൾ അതിനെ നിലനിർത്താൻ വീണ്ടും എനർജി വരും. അപ്പോൾ നിരന്തരമായി അതിങ്ങനെ വന്നും പോയി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അതവിടെ നിൽക്കുകയാണ്. ഈ ലൈറ്റൊക്കെ തന്നെയാണ്. ഈ പ്രകാശം നമ്മൾ കാണുന്നത് സ്ഥായിയായല്ല, അതിങ്ങനെ മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആവർത്തനം മനുഷ്യ മനസ്സിലുണ്ട്, ജീവിതത്തിലുണ്ട്, എല്ലായിടത്തുണ്ട്. ദിനരാത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഋതുഭേദങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുന്നു. വേനലും മഞ്ഞും മഴയും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. സുഖദുഃഖങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കാലങ്ങൾ സുഖം അങ്ങനെ നീണ്ടുപോകില്ല. സുഖം ദുഃഖം. അതുപോലെ സന്തോഷം വരുമ്പോൾ സന്താപം ഉണ്ടാവും, സുഖദുഃഖം എന്ന് പറയുമ്പോൾ തന്നെ. അതുപോലെ ആശ്വാസം ഉണ്ടാകുമ്പോൾ ഞെരുക്കവും അനുഭവപ്പെടും. അപ്പം ഞെരുക്കവും ആശ്വാസവും ആവർത്തനമാണ്. ഇങ്ങനെ മനുഷ്യ മനസ്സിലെ ചിന്താഗതി ഇങ്ങനെ മാറി മാറി വരുമ്പോൾ മനസ്സിന് ഒരുപാട് തലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. നഫ്സുൻ വമാ സവ്വഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. നഫ്സിനെ അതിൻ്റെ ഒരു പ്രപ്പോർഷൻ, അതൊരു അന്യൂനമാക്കി സൃഷ്ടിച്ചിട്ട് ആ നഫ്സിനോട് ചില സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നഫ്സിൻ്റെ പ്രകൃതത്തിൽ ഉത്ഭൂതമാക്കിയിട്ടുണ്ട്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സ് എന്ന് മലയാളത്തിൽ പറയാം. ആത്മാവ്, ശരീരം എന്നതിനൊക്കെ ഖുർആനിൽ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യ സത്ത നിലനിൽക്കുന്ന സംഗതി, ജീവൻ നഫ്സ് എന്ന് നമ്മൾ പറയാം, റൂഹിന് നഫ്സ് എന്ന് പറയാം, വ്യക്തിക്ക് നഫ്സ് എന്ന് പറയാം. പക്ഷെ പ്രധാനമായും ഖുർആനും ഹദീസും നഫ്സിനെ ഉദ്ദേശിക്കുന്നത് മനസ്സ്, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ. ഈ നഫ്സിൽ അമ്മാറ, നഫ്സിൽ ലവ്വാമ, നഫ്സിൽ മുത്മയിന്ന, 3 സ്റ്റേജുകളുണ്ട്, തലങ്ങളുണ്ട്. അമ്മാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയോട് അല്പം ചായ്വുള്ള, നഫ്സിൽ അമ്മാറത്തും സൂഖ്, തിന്മയോട് ചായ്വുള്ള മനസ്സാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം ഇവിടെ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാഹു നന്മയാണ്, പക്ഷെ തിന്മ അവൻ്റെ സൃഷ്ടി തന്നെയാണ്. ലേശം കൺഫ്യൂഷൻ ഉണ്ടാകും മനസ്സിലാക്കാൻ. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ് തിന്മയുടെ സാന്നിധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്. ഒരു സംഗതിയും സ്വതേ തിന്മയാവുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോഴാണ് തിന്മയാവുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഓരോന്നും നന്മയാണ് തിന്മയാണ് എന്ന് അല്ലാഹ് പറഞ്ഞു തരുമ്പോഴാണ്, അല്ലെങ്കിൽ ഹലാലാണ് ഹറാമാണ് എന്ന് അല്ലാഹ് പറയുമ്പോഴാണ് അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഇടയിൽ ഒരു പെങ്ങളെ കല്യാണം കഴിക്കൽ ഹറാമാണ്, തിന്മയാണ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം വരെയുള്ള ജനതയ്ക്ക് അത് ശരീഅത്ത് അനുവദിച്ച ഹലാലായ സംഗതിയായിരുന്നു. അതുപോലെ തന്നെ പല സംഗതികളും ബനി ഇസ്രായേൽ സമൂഹത്തിന് ഹറാമാക്കിയിട്ടുണ്ട്, നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹലാലിൻ്റെ ഹറാമിൻ്റെ, നന്മ തിന്മകളുടെ മാനദണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മനുഷ്യന് തിന്മയിലേക്ക് ചായ്വുള്ള ഒരു സ്വഭാവം മനുഷ്യ മനസ്സിന് കൊടുത്തിട്ടുള്ളത്, അവൻ നന്മയിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യവും തൻ്റെ ഇടവും കാണിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ്, പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആവർത്തനം വളരെ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു സംഗതി ആവർത്തിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഖുത്ബയിലൊരു വിഷയം ആവർത്തിച്ചെന്ന് പറയുമ്പോൾ കുറേ കാലമായല്ലോ മുതലേ മടുക്കുമല്ലോ എന്ന് അഭിപ്രായപ്പെടുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ ആർഭാട ജീവിതത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി എങ്ങനെ ആവർത്തിച്ചു വന്നപ്പോൾ ചില ആളുകൾക്ക് പറഞ്ഞു മടുക്കും എന്നൊരു തോന്നലാണ്. പക്ഷേ അങ്ങനെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ഈ സംഗതി, ഈ ആവർത്തനം എന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരുന്ന സംഗതിയാണ്. എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കുന്നുണ്ടല്ലോ, അതിനൊരു മടുപ്പില്ല. എല്ലാ ദിവസവും ഉറങ്ങുന്നുണ്ട്, ഒരു മടുപ്പില്ല. എല്ലാ ദിവസവും പല തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും, വിളിക്കുന്നുണ്ട്, ഒരു മടുപ്പില്ല. അല്ലാഹ് പറഞ്ഞ കാര്യം
ഇങ്ങനെ ആവർത്തിച്ച് വെക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്, ഭയങ്കരമാണ്. അത് മനസ്സിൻ്റെ തകരാറാണ്, തഖ്വയുടെ പ്രശ്നമാണ് അവിടെ. അല്ലാഹു തആല എന്തിനാണ് ഇത് പറഞ്ഞത്? ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ഓതുന്ന ഏഴെണ്ണം ഫാത്തിഹ എല്ലാ നേരവും ഇത് തന്നെയല്ലേ ഓതാൻ പറ്റുള്ളൂ. ഒരാൾ ഫാത്തിഹ ഓതണ്ട, മടുപ്പാണ്. സുബൈക്ക് ഫാത്തിഹ ഓതി, ഇനിയിപ്പോൾ ഞാൻ ലോഹറിന് ഫാത്തിഹ ഓതണ്ട തീരുമാനിച്ചവൻ കാഫറായി പോകും, നമുക്ക് ധിക്കാരിയായി പോകും. അപ്പൊ ആവർത്തിച്ച് ഓതുന്നത്, ആവർത്തനം എന്നത് ഒരു അനിവാര്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു. മടുപ്പനുഭവപ്പെടുന്നവർ അള്ളാഹുലേക്ക് ശരണം തേടുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മടിയും മടുപ്പും ഒക്കെ ഉണ്ടായാൽ അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക. അപ്പൊ ആവർത്തിച്ച് 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 ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം. ഉത്ബോധനം എന്ന് പറയുന്നത് തന്നെ അനുസ്മരണം, ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തൽ തന്നെ ആവർത്തനമാണ്. അപ്പൊ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തണം. കാര്യം മനുഷ്യ മനസ്സിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലനാത്മകമായ പ്രപഞ്ചത്തിലെ മനുഷ്യ മനസ്സും ചലനത്തിന് വിധേയമാണ്. അതെപ്പോഴും നന്മയിൽ തന്നെ ഉറച്ചിക്കൂല, തിന്മകളിലേക്ക് ചാഞ്ഞു പോകും, തിന്മകളിലേക്ക് എത്തി നോക്കും. അത്തരം മനസ്സുകളെ പിടിച്ച് നന്മയിൽ ഉറപ്പിച്ച് നിർത്താൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി പറഞ്ഞതുമാണ്. അത് വളരെ നിർബന്ധമായ സംഗതിയാണ്. അപ്പോഴേ നഫ്സ്, മനുഷ്യ മനസ്സ് യഥാർത്ഥത്തിൽ ഒരു അതിൻ്റെതായ സൽ സ്വഭാവത്തിൽ ഉറച്ചേക്കുള്ളൂ. നഫ്സുൽ അമ്മാറ, തിന്മയിലേക്ക് ചായ്വുള്ള മനസ്സ് പലപ്പോഴും തിന്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭൗതികമായ അനുഭൂതികൾ ആസ്വദിക്കാനുള്ള ത്വര പ്രകടിപ്പിക്കും. അപ്പൊ നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്, മനസ്സാക്ഷി. മനസ്സാക്ഷിക്ക് പ്രമാണങ്ങളുടെ ഒരു മാനദണ്ഡത്തിലാണ് വിധി കൽപ്പിക്കാൻ കഴിയുക. എപ്പോഴും അവിടെയാണ് സത്യവിശ്വാസം കുടികൊള്ളുന്നത്. ആ നഫ്സുൽ ലവ്വാമ പറയല്ല, അത് ചെയ്യരുത്, പാടില്ല പാടില്ല പാടില്ല. മനസ്സും മനസ്സാക്ഷിയും തമ്മിലുള്ള യുദ്ധത്തിൽ എല്ലാ ആൾക്കാരും എപ്പോഴും പെടാറുണ്ട്. മനസ്സാക്ഷി ജയിക്കുമ്പോൾ അവൻ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും, മനസ്സ് ജയിക്കുമ്പോൾ അവൻ സത്യനിഷേധത്തിലേക്കോ അനാവശ്യത്തിലേക്ക് പോകും. അങ്ങനെ നഫ്സുൽ മുത്മയിന്നയിലേക്ക് എത്തുമ്പോഴാണ് ഒരു വ്യക്തി അവൻ്റെ തസ്കിയത്ത്, അതായത് പരിഷ്കരണം, സംസ്കരണം പൂർത്തിയാക്കുന്നത്. അപ്പൊ ആ സംസ്കരണം പൂർത്തിയായി കിട്ടാൻ നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ. ഈ പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ പുതിയതായൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻദിർ, ഓർമ്മപ്പെടുത്തലാണ് പ്രവാചകന്മാരുടെ പണി. അടിസ്ഥാനപരമായി നഫ്സിൽ ഉത്ഭൂതമാക്കപ്പെട്ട സത്യവിശ്വാസത്തെ ഓർമ്മപ്പെടുത്തലും വിശദാംശങ്ങൾ കാണിച്ചു കൊടുക്കലുമാണ്. അടിസ്ഥാന വിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നഫ്സിനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അടിസ്ഥാനപരമായി ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ആവശ്യമായ സംഗതികളെ സംബന്ധിച്ച് ഉത്ബോധനം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ നൽകി എന്നുള്ളതിനെ സംബന്ധിച്ച് അവരിൽ നിന്ന് അല്ലാഹു തആല ഷഹാദത്ത്, സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളിൽ നിന്ന് ഓരോരുത്തരും ഖാലൂ ബലാ ഷഹിദിന, നമ്മളിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, തിന്മയിലേക്ക് ചായവുള്ളൊരു മനസ്സാണത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതിറിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. മനുഷ്യ മനസ്സിന് പെണ്ണും മക്കളും കൃഷിയിടങ്ങളും അതുപോലെ നേർത്തരം കുതിരവാഹനവും വീടും സൗകര്യവും ഒക്കെ, അതായത് ഭൗതിക ജീവിതത്തിലെ നമ്മൾ ആഹ്ലാദകരമായ അലങ്കാരകമായ തോന്നുന്ന പല സംഗതികൾക്കും അമിതാശ ഉണ്ടാവും, അത്യാശ ഉണ്ടാവും. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ, അത് ഭൗതിക ജീവിതത്തിന്റെ വിഭവങ്ങളും ആർഭാടങ്ങളും മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമമായ ചെന്നു ചേരാൻ പറ്റിയ സങ്കേതം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായി ആസ്വാദനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയാൽ അള്ളാഹുമായിട്ടുള്ള സ്മരണ പിശാച് തെറ്റിച്ചാളും. അപ്പൊ വഴിതെറ്റും, അവിടെ മാത്സര്യങ്ങളുണ്ടാവും, അസൂയുണ്ടാവും, പകയുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും, അക്രമം ഉണ്ടാവും, സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും, ക്രമസമാധാന നില തകർന്നു തന്നെ പോകും. അപ്പൊ മനുഷ്യ മനസ്സിലാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. പോലീസിനെയും പട്ടാളത്തെയും നിയമത്തെയും കോടതിയെയും ജയിലിലെയും വെച്ചുകൊണ്ടല്ല. യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ സംസ്കരിച്ച് നിയന്ത്രിച്ച് നേരെയാക്കി
ഒരു പരിഷ്കൃത സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടാണ് സമാധാനപരമായ ഒരു ജീവിതം. അതിന് ആവർത്തിച്ച് സംഗതികൾ പറഞ്ഞു കൊടുക്കണം എന്ന് ഖുർആനിൽ പല സ്ഥലത്തും പറയുന്ന നമുക്ക് ഏറ്റവും പരിചിതമായ സൂറത്തുൽ അഅലയിലെ ചില വാചകങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, അതായത് നീ ഓർമ്മപ്പെടുത്തുക, അത് പ്രയോജനപ്രദമാണ് എങ്കിൽ. എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പ്രയോജനപ്രദം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തണ്ട എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രയോജനകരമായ സാഹചര്യത്തിലും സന്ദർഭത്തിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി ഓർമ്മപ്പെടുത്തണം. ആരാണ് ഓർക്കുക എന്ന് പറഞ്ഞ് സയദ്ദക്കറു മൻ യഖ്ഷ, അല്ലാഹുവിനെ ദൈവഭയമുള്ളവൻ ഓർമ്മിക്കൊള്ളും. അവൻ ഓർമ്മിക്കും എന്നുള്ളതാണ്. വളരെ ജാഗ്രവത്തായിട്ടാണ് അവൻ ദൈവഭയത്ത് കാണുന്നത്. അതായത് വെള്ളിയാഴ്ച പള്ളിയിൽ വരാൻ പറഞ്ഞാൽ ഇങ്ങനെ ഖത്തീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങണ നേരത്ത് വന്നിട്ട് ദീനുൽ ഇസ്ലാമിനെ ഒന്ന് സേവിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ എത്രയോ ആളുകളോ അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ട് നേരെ വരുന്നത്. വീട്ടിൽ ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ട്, എന്നാലും പള്ളിയിൽ വന്ന് കുത്തിയിരുന്ന് ഉറങ്ങുന്ന ആളുകളുണ്ട്. അതായത് ഉറക്കം വരികയാണെങ്കിൽ അവൻ ആ സ്ഥലത്ത് നിന്ന് മാറിയിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പള്ളിയിൽ ഇങ്ങനെ വരുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം നന്നാക്കാൻ എന്തെങ്കിലും ഉപദേശം സ്വീകരിക്കാൻ വേണ്ടിയാണ്. യാതൊരുവിധ പ്രതിഫലവും ആവശ്യപ്പെടാതെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ സംഗതി, ഇത് പ്രതിഫലം കൊടുത്ത് ഫീസ് കൊടുത്താണ് നിങ്ങൾ ഈ ഉപദേശം നേടണമെന്ന് പറഞ്ഞാൽ വമ്പിച്ച എമൗണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നൽകുന്ന മാർഗദർശനം സ്വീകരിക്കാൻ ഒന്ന് ഹാജരാവാൻ പറഞ്ഞാൽ അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ കഷ്ടപ്പാടാണ്. കാരണം ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ആ തഖ്വ, ആ ഖുശൂ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച ഒരു ഭയം അതുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉടനെ ന്യായം പറയും, ഇത് എപ്പോഴും പറയണമല്ലോ, ഇതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടതുണ്ടോ ഉസ്താദേ എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവമായിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഖുശൂ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. കൃത്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് ഈ മെമ്പറിൽ പറയേണ്ടതുണ്ടോ? ഓരോ വിഷയം പറയുമ്പോൾ ഖുർആനിൽ എടുത്തു നോക്കും, മുഴുവനും ആവർത്തനാണ്. ആവർത്തനത്തിന്റെ ഇങ്ങനെ ജന്നാത്തുൻ നജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അള്ളാഹ്ക്ക് എന്താ ബുദ്ധിയില്ലേ? മനുഷ്യന്മാർക്ക് ബുദ്ധിയുള്ളവർ അള്ളാഹ്ക്ക് അറിയാമല്ലോ. പക്ഷെ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 100 പ്രാവശ്യം പറഞ്ഞു ഒതുക്കിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. നരകത്തിലിടും, അദാബാക്കും, ശിക്ഷ നൽകും, അതുപോലെ രക്ഷ നൽകുമോ, ഇങ്ങനെ. ഇതാണ് പ്രശ്നം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ നഫ്സിന്റെ വലഖദ് ഖലഖനൽ ഇൻസാന നഅലമു മാ വസ്വസു ബിഹി നഫ്സുഹു, അതിന്റെ വസ്വാസ്, നഫ്സിന്റെ ചലനങ്ങളെ കുറിച്ച് അല്ലാഹു തആലക്ക് അറിയാം. ഇപ്പൊ അവൻ വല്ല തഖ്വയുള്ളവനാണ് എന്ന് ധരിക്കുമ്പോൾ അടുത്ത നിമിഷം ഉടനെ തന്നെ മാറിയിട്ട്, ഖൽബ് എന്ന് പറഞ്ഞാൽ ഖലബ ചുറ്റേനോ പറഞ്ഞത് മറിയുക, മറിയുക എന്നാണ്. ഖൽബ് മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ചിന്തകൾ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഖൽബ്. കലപ്പാനാണ്, ഉഴുതുമറിക്കുന്നതിന് കലപ്പ എന്ന് പറയും. ഇൻഖിലാബ് അതിൽ നിന്നൊന്നാണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നാണ്. പരിവർത്തനം, വിപ്ലവം വിജയിക്കട്ടെ എന്നൊക്കെ പറയുന്നത് അറബി ഉറുദും കൂടെ ചേർത്തുണ്ടാക്കിയതാണ്. ഇൻഖിലാബ്, ഖലബ യൻഖലിബ് ഇൻഖിലാബ് എന്നാണ്. അപ്പൊ പരിവർത്തനം, വിപ്ലവം എന്നൊക്കെ പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും മനുഷ്യ മനസ്സിലെ ചിന്തകൾ മാറും. ഇപ്പൊ നന്മയിലാണ് നിൽക്കണമെങ്കിൽ അല്പം കഴിയുമ്പോൾ തിന്മയിലേക്ക് പോകും. ഇപ്പൊ നല്ല ഉറച്ച ഈമാനോടുകൂടി നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ അതിൽ നിന്ന് ലൂസായി പോകും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയും കേൾക്കുകയും അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ മാത്രമേ സ്ഥായിയായ ചിന്ത ഉണ്ടാവുള്ളൂ. രാവിലെ സുബഹിക്കും അല്ല വൈകുന്നേരം ഇശാക്ക് 2 പ്രാവശ്യം നിസ്കരിച്ചാൽ എന്തൊരു സൗകര്യമായിരുന്നു. എന്തിനാണ് ഈ തിരക്ക് പിടിച്ച മനുഷ്യന്മാരെ ളുഹറിനും മഅസറിനും മഗ്രിബിനും പോരാത്തതിന് അതിൻ്റെ ഇടയിൽ സുന്നത്ത്, ദുഹ, പിന്നെ തഹജ്ജുദ്, ഇങ്ങനെ പല സംഗതികൾ, പിന്നെ ഖുർആൻ ഓതാൻ, പിന്നെ ദിക്റല്ല, ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ വേറെ ഒരു പണി മനുഷ്യന് ചെയ്യാൻ പറ്റൂലല്ലോ മൗലവി എന്ന് തോന്നുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത സംഗതികളൊക്കെ ഇങ്ങനെ എടുത്തുനിന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വേറെ കച്ചവടം ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ വേറെ ഒന്നിനും പറ്റും, വേറെ ഒറ്റ പണിക്കും പറ്റൂല. കാരണം പള്ളിയിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം. പള്ളിയിൽ ആദ്യം വരണവന്റെ കൂലി, പള്ളിയിൽ നിന്ന് അവസാനം ഇറങ്ങണവന്റെ കൂലി, ഇതൊക്കെ ആ കൂലി വാങ്ങണമെങ്കിൽ പള്ളിയിൽ നേരത്തെ എത്തണം. ഇമാമ് മെമ്പർ കയറുന്നവന് പള്ളിയിൽ എത്തണം. ഒടുവിൽ പോണവനാണ്. അങ്ങാടിയിൽ അവസാനം പ്രവേശിക്കുന്നവനും ആദ്യം പിൻവാങ്ങുന്നവനാണ് കൂലിയുള്ളത്. അപ്പൊ അങ്ങാടി പോയി അവിടെ നിൽക്കരുത്, പള്ളിയിൽ പോയി അവിടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെന്തിനാണ് പറയുന്നത് വെച്ചാൽ ഹൃദയം പള്ളിയുമായി, ഖുർആനുമായി, അള്ളാഹുമായി ബന്ധിപ്പിച്ച് നിർത്തുമ്പോഴേ മനുഷ്യ മനസ്സിൽ അള്ളാഹുവിന്റെ സ്മരണ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്.
അങ്ങനെ അല്ലാത്തവൻ എന്തെന്ന് പറയാം, യഥാർത്ഥത്തിൽ ആരെയും ഉപദ്രവിക്കാനല്ലല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും നന്മ, അവർക്ക് ശാന്തമായ ജീവിതം, എന്നെന്നും നിലനിൽക്കുന്ന അവസാനിച്ചു പോകാത്ത സന്തോഷത്തിന്റെ സ്വർഗാരാമം കൊടുക്കാനാണ് ഈ ആളുകളെ വിളിക്കുന്നത്. ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വെള്ളിയാഴ്ച ബാങ്കെട്ട ഒട്ടനെ പള്ളിയിൽ വരും, അവിടെ വന്നിട്ട് നിങ്ങൾ നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി ദ്വാരന്ന് അവിടെ ഇരിക്കുക. മിമ്പറിൽ ഇമാമ് കയറിയാ പറയുന്നത് നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുക, എന്നിട്ട് നിസ്കരിക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, വിജയത്തിന് പ്രാർത്ഥിക്കുക, എന്നിട്ട് പുറത്തു പോവുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാവാതെ പോകുന്ന യതജന്നബുഹൽ അഷ്ഖ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാവാതെ ഓർമ്മിക്കാതെ പോകുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, ആ ഓട്ടമുണ്ടല്ല, പിൻവാങ്ങല് മഹാനരകത്തിൽ ചെന്നാണ് അവസാനിക്കുക. നരകത്തിൽ എത്തിച്ചേരും അവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭീഷണിപ്പെടുത്തുന്നത്, പേടിപ്പെടുത്തുന്നത്. അതായത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവസ്മരണയുടെ കാര്യങ്ങൾ പറയുമ്പോൾ, ശാശ്വത ജീവിതത്തിന്റെ വിജയത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇവിടെ വേറെ അല്ലാഹു തആലക്ക് വേറെ പണിയൊന്നുമില്ല. പ്രവാചകന്മാരെ അയച്ച് ഇനി അതിന് കേട്ടടക്കണം മൗലവിമാർക്ക് വേറെ പണിയൊന്നുമില്ല. അവരിങ്ങനെ വെള്ളിയാഴ്ച ഇതൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടി വന്ന് പള്ളിയിൽ വന്ന് പറഞ്ഞു എന്ന നിലക്ക് എന്തോ അള്ളാഹ്ക്കൊരു സേവനം ചെയ്യുന്ന നിലക്കാണ് മിക്കവാറും മനുഷ്യന്മാർ പള്ളിയിൽ വരുന്നതും അതുപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും. പങ്കെടുക്കാതിരുന്നാൽ ഈ സമുദായത്തിൽ പെടൂല എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായി സൂക്ഷിക്കുകയും സൂക്ഷ്മതയോടെ പാലിക്കുകയും ചെയ്യുന്നവന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമെന്ന് ഓർമ്മ ഉണ്ടാവും. അവൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ ഹാജരാവും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. എന്നിട്ട് അവൻ മടങ്ങി പോകുമെന്നുള്ളതാ. അതായത് സുമ്മല യമൂതു ഫിഹാ വലാ ഹിയാ, അതായത് ഇങ്ങനെ നരകത്തിൽ പ്രവേശിച്ചു പോയാൽ അവിടെ ജീവിക്കുകയില്ല, മരിക്കുകയില്ല. അദാബ് മരണത്തോടെ തീരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ടെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലൊന്ന് ജീവിക്കാനും പറ്റൂല, മരിക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ വേദന നീണ്ടു നിൽക്കുന്നത് ഇപ്പൊ ഉൾക്കൊള്ളാൻ പോലും പറ്റൂല. ചില പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, കുറെ കാലമായിട്ട് വേദന തന്ന് ജീവിക്കുന്നുണ്ട്, മരിക്കണമില്ല, അതേസമയം വേദന ഇട്ട് മാറണില്ല. രോഗം എന്താണെന്ന് അറിയാനും പറ്റില്ല. അനുഭവിക്കുന്നവനെ അതിന്റെ വേദന അറിയുള്ളൂ. ഇതെത്ര പറഞ്ഞു കൊടുത്താലും ഓരോരുത്തർക്ക് അനുഭവിക്കുമ്പോഴേ മാത്രമേ അതിന്റെ വേദന അറിയുള്ളൂ. ആര് എപ്പോഴും മരിക്കാം. ചെറുപ്പക്കാരിങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ചു, വെള്ളത്തിൽ വീണ് മരിച്ചു, ഒഴിച്ചുപോയി, പല പുഴയിൽ ഒലിച്ചുപോയി, അവിടെ പോയി എന്നൊക്കെ പറഞ്ഞു. പോയാൽ എങ്ങോട്ടാ പോണത്? ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോ അത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഖുശൂ ഉണ്ടാവണം, ഖുളൂ ഉണ്ടാവണം, ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം ഉണ്ടാവും. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. അതായത് ഈ ആത്മാവിന്റെ ഈ തോന്യാസങ്ങൾ, ആത്മാവിന്റെ നഫ്സുൽ അമ്മാറയുടെ അതിർവിട്ട ആശകൾ എല്ലാവർക്കും ഉണ്ട്. നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളിലും ആശ ഉണ്ടാവും. ആശ ചിലപ്പോൾ അതിർവിട്ട ആശയായിരിക്കും. അതായത് ഹറാമിന്റെ പരിധിയോളം എത്തുന്ന അല്ലെങ്കിൽ ഹറാമിലേക്ക് കടക്കുന്ന ഒരുപാട് ആശ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് ഹവൻ നഫ്സിനെ അനിൽ ഹവ എന്നാണ്. അതായത് നഹ എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. നഫ്സിന്റെ ഹവയെ, നഫ്സിന്റെ ഇച്ഛയെ, ദേഹത്തിന്റെ അല്ലെങ്കിൽ നഫ്സിന്റെ മനസ്സിന്റെ താല്പര്യങ്ങളെ, അതിരുകവിയുന്ന താല്പര്യങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് തസ്കിയത്ത് നേടുന്നവൻ, അതായത് പരിശുദ്ധത നേടുന്നവൻ. പരിശുദ്ധത നേടാനുള്ള വഴി എന്താണ്? വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അള്ളാഹുവിനെ സ്മരിക്കുകയും നമസ്കാരം അനുഷ്ഠിക്കുകയും ചെയ്യാന്നുള്ളത് ഏറ്റവും നല്ല വഴി. അത് വളരെ ഹ്രസ്വമായി പറഞ്ഞ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലണ്ടെന്ന് പറയല്ല, എനിക്ക് ഏകൻ ശക്തനും സർവജ്ഞനിയുമായ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ദൃഢമായ ബോധ്യം. എന്നെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ ഇവിടെ താൽക്കാലികമായ ഒരു ജീവിതത്തിനാണ് വിട്ടത്, എനിക്ക് തന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അവന് നല്ലവണ്ണം അറിയാം. അത് ഇന്ന മാർഗത്തിൽ ചെലവഴിക്കണമെന്നും ഇന്ന മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ലെന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചെലവഴിക്കുമ്പോ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുമ്പോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോ, അതുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോ അള്ളാഹുവിന്റെ തൃപ്തി വേണം, അള്ളാഹുവിന്റെ തൃപ്തി വേണം എന്ന ഒരാശ എനിക്കുണ്ടാവണം. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എനിക്ക് എപ്പോഴും മരണം സംഭവിക്കാം, അള്ളാഹുവിന്റെ അടുത്താണ് എന്റെ ജീവിതമുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ പോകുക. അള്ളാഹുവിനോട് അവൻ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. നാളെ ഖബറിടത്തിൽ എനിക്ക് ജീവിതം ഉണ്ടാവും, മഹ്ശറയിൽ എനിക്ക് വിചാരണ ഉണ്ടാവും, അതുപോലെ സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും.
ഞാൻ സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ്, നരകത്തിലെത്തിപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാശമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്റെ രക്ഷിതാവിനോട് ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവന്റെ ആശ്രയം വേണ്ടവനാണ് ഞാൻ, അവനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ ധിക്കാരിച്ച് ജീവിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതൃപ്തിക്ക് പാത്രമായി പോകും, ഞാൻ ചെയ്യാൻ പാടില്ലാത്താണ് എന്ന ദൃഢമായ ഒരു ബോധ്യം ഉണ്ടാവണം. എനിക്ക് നന്മ ഉണ്ടാക്കാനും എനിക്ക് തിന്മ ഉണ്ടാക്കാനും എനിക്കോ മറ്റുള്ളവർക്കോ സാധ്യമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അള്ളാഹുവിലേക്ക് ലക്ഷ്യം വെക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇത് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ഒരു ബോധം യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്നതാണ് അള്ളാഹുവിന്റെ സ്മരണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് നിർദ്ദേശിച്ച നിലയിൽ ഹയ്യല സലാ എന്ന് പറയുമ്പോൾ അനങ്ങാതെ കുത്തിയിരിക്കുന്നവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. കാരണം നമസ്കാരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചാവാത്ത ഹൃദയമാണെങ്കിൽ ഉടനെ അത് പ്രതികരിക്കും എന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ശരിക്കും അള്ളാഹുവിന്റെ കഴിവും ശക്തിയുമല്ലാതെ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പള്ളിയിലേക്ക് പോകും. ഹയ്യലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ മിണ്ടാതെ അനങ്ങാതെ അത് അശ്രദ്ധമായി കളഞ്ഞു പോകുന്നവന് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന നഫ്സുള്ള അല്ലെങ്കിൽ മരിക്കാത്തൊരു മനസ്സുണ്ട് എന്ന് പറയാൻ സാധ്യമാകില്ല. അവന്റെ മനസ്സ് ചത്തുപോയതാണ്. അതായത് സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഓർമ്മിക്കപ്പെടുമ്പോൾ യാതൊരു പ്രതികരണവുമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്ന നഫ്സുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് ചത്തുപോയതാണ്. അതുപോലെ തോന്നിയാസങ്ങളും അനാവശ്യങ്ങളും യാതൊരു പ്രശ്നവുമില്ലാതെ നിർലോഭം കാണിച്ചുകൊണ്ടിരിക്കുക, ആർഭാടാലങ്കാരങ്ങളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ അഭിരമിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ കാണിച്ചെന്നല്ലാത്ത അനുഷ്ഠാന കർമ്മങ്ങൾ യാതൊരു സംഗതിയില്ലാതെ കുടുംബത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരുടെയൊക്കെ ഈമാൻ യഥാർത്ഥത്തിൽ നിലവാരം പുലർത്തുന്നില്ല. അത് ഈമാനല്ല, അവർക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഒരുത്തന് കഴിവില്ലെങ്കിൽ അവൻ കടം വാങ്ങിയിട്ട് എല്ലാത്തരം തോന്നിയാസം കാണിച്ചിട്ട് വീട് വിറ്റ് കൊടുക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് സംഗതികൾ. അപ്പൊ ഈ വക സംഗതികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കരുതലോടുകൂടി നോക്കുന്നുണ്ട് എന്ന ഒരു ബോധമാണ്. അല്ലാഹു പറയാ, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുമ്പോഴും ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ ഈ ഭൗതിക ജീവിതത്തിനെ കുറിച്ചുള്ള പ്രിഫറൻസ് ആണ്, അതേ മുൻഗണനയാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങൾ നമ്മുടെ ചിന്തിച്ചു നോക്കുക, 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങുന്ന 6 7 അല്ലെങ്കിൽ കൂടിയ 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, അതല്ല നമ്മുടെ ഭൗതിക ജീവിതത്തിലെ മറ്റു സംഗതികൾ? ഭൗതിക ജീവിതത്തിലെ ഒന്നും ചിന്തിക്കണ്ടെന്നല്ല പറയണത്. കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കണം, കൃഷിയെക്കുറിച്ച് ചിന്തിക്കണം, അതുപോലെ പല സംഗതികളെ കുറിച്ച് ചിന്തിക്കണം. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചട്ടക്കൂടിലാവുമ്പോൾ അതെല്ലാം ഇബാദത്തിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാത്ത ഏരിയയിലൂടെ പോകുമ്പോൾ അതെല്ലാം ധിക്കാരത്തിൻ്റെതായി. നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ പണം ഉണ്ടാക്കുന്ന തിരക്ക്, അതുപോലെയുള്ള പല തിരക്കുകളും നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം പലപ്പോഴും നമ്മൾ ഈ ഔട്ട് ഓഫ്, അതായത് ഇതിന്റെ പുറത്താണ് എന്നുള്ളതാണ്, ബൗണ്ടറിക്ക് പുറത്താണ് എന്നുള്ള. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട സംഗതി. ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുമ്പോൾ അല്ലാഹ് തന്നെ നമ്മളെ സംഭവത്തെ കുറിച്ച് പറയാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കട്ടോ, വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ നാം പറഞ്ഞു തരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ഈ ശേഷിച്ച ജീവിതം ഉണ്ടല്ലോ, പാരത്രിക ജീവിതം എന്ന് പറയപ്പെടുന്ന ആ ജീവിതം, അതാണ് എന്നും ബെറ്റർ ആൻഡ് ഡ്യൂറബിൾ, എന്നൊന്നും നിലനിൽക്കുന്നത്, എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഏറ്റവും ഉത്തമമായതൊന്ന്. അതിനെക്കുറിച്ചാണ് മനുഷ്യനോട് പറഞ്ഞിരുന്നത്, നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇത് ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയില്ല. സുഹഫി ഇബ്രാഹിമ വ മൂസ ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ. മുൻകാല വേദങ്ങളിലും ഇത് തന്നെയാണ് നാം പറഞ്ഞിരുന്നത്. അത് 2 ഉദാഹരണം പറഞ്ഞു, ഇബ്രാഹിമിന്റെയും മൂസയുടെയും, അതുപോലെ നൂഹിന്റെയും സാലിഹിന്റെയും, അതുപോലെ ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും യാഖൂബിന്റെയും അയ്യൂബിന്റെയും ഷുഹൈബിന്റെയും ഹാറൂന്റെയും അല്ലസന്റെയും ദുൽഖഫലിന്റെയും സുലൈമാന്റെയും ഇല്ലാസിന്റെയും ഈസയുടെയും ഒക്കെ വേദഗ്രന്ഥങ്ങളിൽ ഇത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിരുന്നത്. അത് തന്നെയാണ് അല്ലാഹ്ക്ക് നിരന്തരമായി പറയാനുള്ളത്. മനുഷ്യാരംഭം മുതൽ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചിട്ട് നന്മ നൽകിയിട്ട് ഭൗതിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനം, മാനം, പണം, പദവി, ശരീരം ഇതെല്ലാം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ കൊത്ത് നന്മ ചെയ്ത് പരലോകം നേടാനാണ്.
അതിന് ഒത്തൊരുമയോട് നിൽക്കാനാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവിടെ വിഭാഗീയതയും വിഭിന്നതയും ഉണ്ടാക്കി നാട്ടിലിറങ്ങി അടിയുണ്ടാക്കാനല്ല, ഒത്തൊരുമയോടെ നിൽക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഒത്തൊരുമയിൽ നമുക്ക് സാധിക്കാതെ ഒരുപാട് വിഭാഗീയതകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇത് മോശമാണെന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ഇന്ന് പുതിയ മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല, നമ്മൾ ഇങ്ങനെ വിഭിന്ന കോണുകളിൽ ഇങ്ങനെ വിഴുപ്പലക്കി നിൽക്കേണ്ടവരല്ല, സത്യവിശ്വാസത്തിന്റെ മേലിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. നാളെ അള്ളാഹുവിന്റെ തിരുഹളറത്തിൽ ഉത്തരം പറയേണ്ടവരാണെന്ന ബോധമുള്ള പണ്ഡിതന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആളുകൾ ചില മൂവ്മെന്റ് ഒക്കെ തുടങ്ങി. മുജാഹിദിനെ രണ്ട് വിഭാഗം തകർന്ന് പരസ്പരം തല്ലി അവരിപ്പോ യഥാർത്ഥത്തിൽ ഒരു പുതിയ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. ഖൈർ, അൽഹംദുലില്ലാഹ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ സമുദായത്തിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ ഒന്നിച്ചു വന്നാൽ അത് ഉടനെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അതിന് വേണ്ടതൊക്കെ ചെയ്യാൻ വേണ്ടപ്പെട്ട ആളുകൾ മുൻകൈയെടുക്കേണ്ടതാണ്. MSSനെ സംബന്ധിച്ചിടത്തോളം അതിൽ നല്ലൊരു റോള് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ലോകത്ത് നന്മ വരുത്താൻ, സ്വയം നന്മ വരുത്താൻ, മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ അള്ളാഹു നിയോഗിച്ച ഒരു സമൂഹം എന്നുള്ള നിലയിൽ അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പറഞ്ഞു തീർത്ത് രമ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒത്തൊരുമിച്ച് പോകാൻ കിട്ടുന്ന സൗഭാഗ്യം വളരെ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന ഏറ്റവും ഉത്തമമായ പ്രതിഫലവും അതിന് നൽകും, അതിന് ലഭിക്കുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ശബ്ദിച്ചാൽ, അതിനുവേണ്ടി എഴുതിയാൽ, അതിനുവേണ്ടി ആളെ വിളിച്ചാൽ, അതിനുവേണ്ടി യോഗം കൂടിയാൽ, അതിനുവേണ്ടി ശ്രമം നടത്തിയാൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഉത്തമമായ പ്രതിഫലാർഹമായ അമലായി സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുന്ന എല്ലാ സംഗതികളെയും ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ തന്നെ, ആദ്യ മുഹൂർത്തത്തിൽ തന്നെ സ്വീകരിച്ച് അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണം. ഈ സമുദായത്തിലെ വേണ്ടപ്പെട്ടവരോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയും കൂടി ചെയ്യുന്നു. കാരണം നമ്മളെ ദുന്യാവൽ ആഖിറത്തിലെ വിജയമാണ്. ആരാണ് എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്നറിയില്ല. ഓരോരുത്തരുടെയും ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടതുണ്ട്. നമുക്ക് കഴിവും ശേഷിയുള്ളപ്പോ, നന്മ ചെയ്യാൻ അവസരമുള്ളപ്പോ അത് ചെയ്യാതെ പോയാൽ അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് ഖേദിക്കേണ്ടി വരും. അങ്ങനെ ഖേദിക്കാതിരിക്കാൻ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരേക്കുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നസീതനാ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ അഹ്ബാ, ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആവർത്തിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു നയ നിലപാടാണ്. ഈ പ്രകൃതിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ കാണുമ്പോൾ സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന ചെറിയൊരു സൂറത്തുണ്ട്. ആ സൂറത്ത് ഇതുമായിരുന്നു. ഖുർആന്റെ 1/3 ഭാഗം ആ സൂറത്തിലുണ്ട്. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെയുള്ള മനുഷ്യരുടെ ജീവിതം നഷ്ടത്തിലാണ് എന്നതിന് ചരിത്രം സാക്ഷിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ചരിത്രത്തിൽ ഇന്നോളമുള്ള ജനതകളുടെ ഉത്ഥാന പതനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ സത്യവിശ്വാസത്തിൽ നിലകൊണ്ടവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഭൗതിക ജീവിതത്തിൻ്റെ അല്പാലങ്കാരങ്ങൾ ആസ്വദിച്ച് അതും നശിച്ചു, ആഖിറ നശിച്ചു. ഹസ്റത്ത് ദുന്യാവൽ ആഖിറ. ആഖിറ ദുന്യാവും നശിച്ചു, ആഖിറ നശിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശാശ്വതമായി നിലനിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒറ്റവൻ മരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് നമ്മളിപ്പോൾ പിടിക്കൂലെന്നാണ്. ഇത് പിടികൂടുമ്പോൾ മാത്രമേ ശരിക്കും മനസ്സിലാവുള്ളൂ. പിടികൂടിപ്പോയാൽ തിരിച്ചു വന്നിട്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ല.
അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട് കൊടുക്കാനും പറ്റില്ല. മരണാനുഭവം എങ്ങനെ ഇരിക്കും എന്ന് ആർക്കും വിശദീകരിക്കാൻ പറ്റില്ല. കാരണം മരിച്ചാനൊക്കെ അങ്ങ് പോയി. മരിക്കാത്ത എത്ര പറഞ്ഞാലും അതിന് പൂർണ്ണമാവില്ല നമുക്കറിയാമല്ലോ. ഒരു അനുഭവ വിവരണം നമുക്ക് തരാൻ പറ്റില്ല. ആകെ ഉള്ളത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അതൊക്കെ ഓരോരുത്തരുടെ വിജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നിലവാരമനുസരിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവിടെയൊക്കെ പ്രശ്നമുണ്ട്. ഒരു സംഗതി നമ്മൾ അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിച്ചില്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനല്ലേ, ഒരു ഈസി റീഡിങ്ങും ഒരു സ്റ്റഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്റ്റഡിയും റിസർച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു സംഗതിയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അപ്പോഴും അതുണ്ടാക്കുന്ന പരിവർത്തനം ഭയങ്കരമാണ്. അതിന് യഥാർത്ഥത്തിൽ പറ്റിയ ഒരു സന്ദർഭമാണ് വരുന്ന റമദാൻ. എല്ലാ പ്രവാചകന്മാർക്കും വേദം കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചു കൊടുത്തത് ഉപവാസം ഇരിക്കുക, പട്ടിണി ഇരിക്കാനാണ്. അതായത് ഒരുപാടൊക്കെ വാരി തിന്ന് ഈ ബോഡിക്കൊക്കെ ഭയങ്കര പണി കൊടുത്തു കഴിഞ്ഞാൽ ഈ തലച്ചോറ് വലിക്കുകയില്ല എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രകാരന്മാർ പറയുന്നത്. നമുക്ക് തൽക്കാലം ശാസ്ത്രം ഒന്നും അന്വേഷിച്ച് നടക്കാതെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ് മനസ്സിലാക്കാതെ കുറച്ച് നേരം പട്ടിണി ഇരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ചിന്തിക്കാൻ കൂടുതൽ ഓക്സിജൻ ഉണ്ടാവും. ഈ ഇത് ഇങ്ങോട്ട് പോകണ്ട, കുറച്ച് അങ്ങോട്ട് തന്നെ കിട്ടും. അപ്പോൾ കൂടുതൽ ചിന്തിക്കാനും. അതുകൊണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളും റമദാനിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചത്. അങ്ങനെയുണ്ട് വ്യക്തിയത്. അത് തൗറാത്തും സബൂറും ഇഞ്ചീലും ഫുർഖാനും ഓരോ ആഴ്ച, ആദ്യ ആഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച, നാലാഴ്ച, അത് എടുത്തു പറയുന്നു. മിക്കവാറുമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും, അതായത് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാർഗദർശനം നൽകുക. മാർഗദർശനം നൽകുക എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക. പണ്ട് നമുക്ക് ആത്മാവിൻ്റെ ജന്മനാളിൽ ഉത്ഭൂതമാക്കപ്പെട്ട ആ സത്യവിശ്വാസത്തെയും സത്യജ്ഞാനത്തെയും ഒന്ന് പ്രകാശിപ്പിക്കുകയാണ്. ഓർമ്മ നദീർ എന്നാണ്, ഓർമ്മപ്പെടുത്തും, വാൺ ചെയ്യുന്നവൻ. ബഷീറും നദീറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നീ ഓർമ്മിപ്പിക്കുക. ഇന്നമാ അന്ത മുദക്കിർ, നീ ഓർമ്മപ്പെടുത്തുന്നവൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, ഒരു പ്രവാചകൻ, പിന്നെ പ്രവാചകൻ കഴിയില്ലെങ്കിൽ പിന്നെ പ്രബോധന പ്രവർത്തകർക്ക് മള്ളിമാമിനൊന്നും കഴിയില്ലല്ലോ. ആർക്കും ആരുടെയും മുകളിൽ ഒരു സ്വാധീനവും നടത്താൻ പറ്റില്ല. നീ അവരെ സ്വാധീനിക്കുന്നവനല്ല. എന്നുവെച്ചാൽ നീ ഉദ്ദേശിച്ചത് അവരെ കൊണ്ട് ചെയ്യിക്കാനൊന്നും പറ്റില്ല. അത് അവർ തന്നെ തീരുമാനിക്കണം. ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞാലും ആരെങ്കിലും മാറുമോ എന്ന് സംശയമുണ്ട്. ആരും മാറിയില്ലെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ളത് വേറെ കാര്യമാണ്. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. ഇത് കുറേ ആളുകൾ അല്ലാഹ് ഇതിനു വേണ്ടി പഠിച്ചു. അവർ ഖിയാമത്ത് നാൾ വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പള്ളി ഉണ്ടാവും, ഉംറ ഉണ്ടാവും, ഖുത്ബ ഉണ്ടാവും, ഇമാം ഉണ്ടാവും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാറിയാൽ അവനവന് കൊള്ളാം, മാറിയില്ലെങ്കിൽ അതിൻ്റെ ഫലവും അവൻ തന്നെയാണ് അനുഭവിക്കും. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും വഇൻ അസഅ്തും ഫലഹ. നിങ്ങൾ നന്മ ചെയ്താൽ അതിൻ്റെ നന്മ നിങ്ങൾക്ക്, നിങ്ങൾ തിന്മ ചെയ്താലോ അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. ഇത് വളരെ ക്ലിയറാണ്. ഇതിനു വേണ്ടി വിളിക്കുന്നു. അപ്പോൾ അതിന് സമുദായം ഒത്തൊരുമിച്ച് തന്നെ നിൽക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് റമദാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിൻ്റെ യോജിപ്പൊരുമി റമദാൻ ഇടുന്നല്ലോ. ഖുർആൻ ആഴത്തിലൊന്ന് പഠിച്ച് മനസ്സിലാക്കാൻ റമദാൻ ഇനിയുണ്ട് കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ ഒരു ദിവസങ്ങൾ ചാടിക്കയറിയിട്ട് റമദാനിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിനൊന്ന് പ്രിപ്പയർ ചെയ്യണം. 2 മാസം മുമ്പേ അതിനുവേണ്ടി പ്രിപ്പറേഷൻ നടത്തുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബുൻ ഷഅബാൻ അതിന് വേണ്ടിയുള്ളതാണ്. എന്നിട്ടാണ് റമദാനിൽ പ്രവേശിക്കുന്നത്. റജബിനെ ഷഅബാനും റമദാനും ചേർത്തുകൊണ്ട് ദുആക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഒന്ന് തസ്കിയത്തുന്ന മനസ്സിനെ ശുദ്ധമാക്കുക. എനിക്കെന്തെല്ലാം തകരാറുള്ളത്, എന്തെല്ലാം തോന്നിയാസങ്ങളാണുള്ളത്, എന്തെല്ലാം ഞാൻ മാറ്റാൻ കഴിയും, പടച്ച തമ്പുരാൻ ഇതൊക്കെ ഒന്ന് മാറ്റിത്തരണേ, നേരാക്കി തരണേ എന്ന് ഹൃദയംഗമായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നേർവഴി പ്രാപിക്കാൻ ഈ ഹിദായത്തിൻ്റെ മാസം, അനുഗ്രഹത്തിൻ്റെ മാസം, അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്, ആത്മീയ വസന്തത്തിൻ്റെ മാസമാണ്. എന്തുകൊണ്ടും സ്വർഗ കവാടം തുറക്കുന്ന മാസം, നരക കവാടം അടയ്ക്കുന്ന മാസം, മലക്കുകൾ ആകാശലോകത്തും ധാരാളമായി ഇറങ്ങി വരുന്ന മാസം. അത് നമ്മളെ കാത്ത് വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വരവേൽക്കാനും സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സ്വയം സംസ്കരിക്കാനും നമ്മുടെ ജീവിതം നമുക്കും കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവാനും ദുന്യാവിലും ആഖിറത്തിലും വിജയപ്രദമാവാനും ഏറ്റവും
പ്രവർത്തിക്കാൻ ഏറ്റവും പറ്റിയൊരു മാസം. അത് ഏറ്റവും നന്നായി തന്നെ പ്രയോജനപ്പെടുത്തുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി സ്വഹാബി റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ വൻപാവങ്ങളും ചെറുപാവങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രകൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കും പ്രയാസവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ ദാരിദ്ര്യം നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. പ്രളയക്കെടുതി കൊണ്ടും മഴ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളെ നീ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന നഷ്ടപ്പെട്ട ആളുകൾക്ക് അതെല്ലാം നീ തിരിച്ചു നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് നീ പഠിച്ച ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തോളം ജീവൻ നൽകണേ തമ്പുരാനെ. ഭാര്യസന്താനങ്ങളിലും സഹോദരങ്ങളും സുഹൃത്തുക്കളിലും നാട്ടാറിലും ഒക്കെ നന്മ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ധനത്തിലും പ്രവൃത്തിയിലും നീ നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമളാൻ ഏറ്റവും ഉത്തമമായി വരവേൽക്കാനും ഏറ്റവും ഉത്തമമായ ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥാ ഖുർആൻ ഏറ്റവും ഉത്തമമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സത്യവിശ്വാസത്തിൻ്റെ മനസ്സ് എപ്പോഴും തരണേ തമ്പുരാനെ. വിനയമുള്ള മനസ്സ് തരണേ തമ്പുരാനെ. നിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിച്ച് മാതൃക കാട്ടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മരണത്തിൽ സക്രാത്തിൽ മൗത്തിൽ ഞങ്ങളുടെ വേദന നീ ലഘൂകരിച്ചരണേ തമ്പുരാനെ. ഖബറിടത്തിൽ ഞങ്ങളുടെ ശിക്ഷകൾ നീ ലഘൂകരിച്ചരണേ തമ്പുരാനെ. ഖബർ ശിക്ഷയിൽ നിന്ന് നീ മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹു നരകശിക്ഷയിൽ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. ഇത് സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിൻ യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.